നമസ്കാരം. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായിട്ട് തുടരുന്നതിനിടെ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ശത്രുക്കൾക്ക് ഹൃദയാഘാതമുണ്ടാക്കാൻ ശേഷിയുള്ള ഒരു രഹസ്യ ആയുധം തങ്ങൾ വികസിപ്പിച്ചെന്നും അത് ഉടൻ വിന്യസിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുജ്തബ ഖമനിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന പശ്ചിമേഷ്യയിലെ നിലവിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാൻ്റെ ക്ഷമ പരീക്ഷിക്കരുതെന്നും നാവിക ഉപരോധം ഒരു യുദ്ധമായി തന്നെ തങ്ങൾ കണക്കാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരിട്ടുള്ള സൈനിക ആക്രമണം പോലെ തന്നെ വിനാശകരമാണ് ഇറാൻ്റെ സാമ്പത്തിക മേഖലയെ വരിഞ്ഞു മുറുക്കുന്ന ഈ ഉപരോധമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ജനജീവിതം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിയാൽ ഇറാന് മുന്നിൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന സൂചനയാണ് ഇതിലൂടെ ഇപ്പോൾ ലഭിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്ന രാജ്യാന്തര സമൂഹത്തിന് ഖമനയുടെ ഈ കടുപ്പിച്ച നിലപാട് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ ലോകം കാണാത്ത തരം നൂതനമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന ഖമനയുടെ ഈ ഭീഷണി സൈനിക നിരീക്ഷകർ വളരെ ഗൗരവത്തോടെയാണ് ഇവിടെ വീക്ഷിക്കുന്നത്. ആധുനിക മിസൈലുകൾക്കും ഡ്രോണുകൾക്കും അപ്പുറമായിട്ട് കടലിനടിയിലൂടെയുള്ള അപ്രതീക്ഷിത ആക്രമണ തന്ത്രങ്ങളൊക്കെ തന്നെ ഇറാൻ പയറ്റിയേക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. ഇറാൻ്റെ പക്കലുള്ള ചെറിയ സബ്മറൈനുകളൊക്കെ തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത അമേരിക്കയെയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളെയും ഒക്കെ തന്നെ കുഴപ്പിക്കുന്നുണ്ട്. ഉപരിതലത്തിലുള്ള കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടാലും സമുദ്രത്തിനടിയിലുള്ള ഈ ചെറു കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് അമേരിക്കൻ നാവികസേനയ്ക്കും അതുപോലെ തന്നെ വാണിജ്യ കപ്പലുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്താനായിട്ട് ഇറാന് സാധിച്ചേക്കും. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, GCC രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ പോലും ഇപ്പോൾ ഇറാൻ്റെ ലക്ഷ്യപട്ടികയിലുണ്ട് എന്നത് തീർച്ചയായിട്ടും ഗൾഫ് രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഡിസാലിനേഷൻ പ്ലാന്റുകളാണ്. ഗൾഫ് രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനാഡിയായിട്ടുള്ള ഇത്തരം പ്ലാന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് വൻ മനുഷ്യത്വപരമായ ദുരന്തത്തിലേക്ക് നയിച്ചേക്കും. മുൻപ് പലപ്പോഴും ഇത്തരം കേന്ദ്രങ്ങളെ ഒഴിവാക്കിയിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ രീതിശാസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുകയാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല. നിലവിൽ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും എണ്ണ സംഭരണികൾ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. ഭീമാകാരമായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഓവർഹെഡ് ടാങ്കുകളിലൊക്കെ തന്നെ ഇത്രയധികം ഇന്ധനം സംഭരിച്ചിരിക്കുമ്പോൾ അവയ്ക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയൊരു മിസൈൽ ആക്രമണം പോലും നിയന്ത്രിക്കാനാവാത്ത വലിയ തീപിടുത്തത്തിനും സ്ഫോടനത്തിനും പരിസ്ഥിതി ആഘാതങ്ങൾക്കുമൊക്കെ തന്നെ കാരണമാകും. ഉൽപ്പാദനം നിർത്തിവെക്കാൻ കഴിയാത്ത സാങ്കേതിക സാഹചര്യം ഈ രാജ്യങ്ങളെയും ഇറാനെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇറാൻ്റെ ആഭ്യന്തര സാഹചര്യം പരിശോധിച്ചാൽ എണ്ണ ഉൽപ്പാദനം നിർത്തുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. ഭൂമിക്കടിയിലെ എണ്ണക്കിണറുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഡ്രില്ല് ചെയ്തെടുക്കുന്നത് നിർത്തിയാൽ അവ കാലക്രമേണ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് സാങ്കേതിക വിദഗ്ധരും പറയുന്നുണ്ട്. അതിനാൽ തന്നെ എണ്ണ അവിടെ തൽക്കാലം ഇരിക്കട്ടെ എന്ന് കരുതുന്നത് പ്രായോഗികവുമല്ല. നിലവിൽ ഏതാണ്ട് $69 ബില്യൺ മൂല്യമുള്ള എണ്ണ ഇറാൻ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് സ്ഥലം പോലും സംഭരണത്തിനായിട്ട് അവശേഷിക്കാത്ത അവസ്ഥയിലാണ് ഇറാൻ്റെ എണ്ണശാലകൾ. കടുത്ത ഉപരോധം കാരണം എണ്ണ വിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഇറാന് മുന്നിലുള്ള ഓപ്ഷനുകൾ വളരെ പരിമിതമാണ്. ഒന്നുകിൽ ഈ എണ്ണ കടലിലേക്ക് ഒഴുക്കി വിടുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ പേർഷ്യൻ ഗൾഫിലേക്ക് എണ്ണ ഒഴുക്കിയാൽ അത് ഇറാൻ്റെ സ്വന്തം തീരദേശത്തെയും പരിസ്ഥിതിയെയും ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മലിനീകരണം ഭയന്ന് ഇറാൻ അതിന് ഒരുപക്ഷെ തയ്യാറായേക്കില്ല. ഗ്യാസ് രൂപത്തിലുള്ള ഇന്ധനം കത്തിച്ച് കളയാമെങ്കിലും എണ്ണയുടെ കാര്യത്തിൽ അത് വലിയൊരു സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നവുമൊക്കെ തന്നെ ഉണ്ടാക്കും. ഈ ഒരു സാങ്കേതിക കുരുക്കാണ് ഇറാനെ പ്രകോപനപരമായിട്ടുള്ള നടപടികളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അത് സമുദ്ര മലിനീകരണമാണ്. ഉപരോധം ലംഘിച്ച് എണ്ണക്കടത്തിന് ഇറാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാനായിട്ട് അമേരിക്കയോ സഖ്യകക്ഷികളോ ശ്രമിച്ചാൽ യുദ്ധത്തിനിടയിൽ ടാങ്കറുകൾ തകരുന്നത് വലിയ രീതിയിലുള്ള ദുരന്തമായിരിക്കും ഉണ്ടാക്കുക. ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടലിൽ കലരുന്നത് ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷകരുടെയൊക്കെ തന്നെ കനത്ത പ്രതിഷേധത്തിന് കാരണമായി മാറും. ഇതിനെ ഒരു വാട്ടർ വെപ്പണായിട്ട് ഇറാൻ പ്രയോഗിക്കുമോ എന്ന ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ടാങ്കർ മുങ്ങുക വഴി കടൽ ജലം ഉപയോഗശൂന്യമായാൽ അത് മേഖലയിലാകെ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കും. മുജ്തബ ഖമനയുടെ അദൃശ്യ സാന്നിധ്യം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെയും ഇവിടെ കുഴപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഔദ്യോഗികമായിട്ട് പദവികൾ വഹിക്കുന്നില്ലെങ്കിലും ഇറാൻ്റെ സൈനിക വിഭാഗമായിട്ടുള്ള IRGC അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് പൊതുവെ ഇവിടെ വിശ്വസിക്കപ്പെടുന്നത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവർ കേവലം ഭരണപരമായ ചുമതലകൾ മാത്രമാണ് നിർവഹിക്കുന്നത്. യഥാർത്ഥ അധികാരം ഖമനയുടെയും അതോടൊപ്പം തന്നെ സൈനിക തലവന്മാരുടെയും കയ്യിലാണെന്നത്
അമേരിക്കയ്ക്ക് ആരോടാണ് ചർച്ചകൾ നടത്തേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. നിലവിലെ നാവിക ഉപരോധം നീണ്ടുപോയാലും തങ്ങൾ തളരില്ലെന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇതിനായിട്ട് ചില ബദൽ റൂട്ടുകൾ അവർ കണ്ടെത്തി കഴിഞ്ഞു. ഇറാൻ്റെ തെക്ക് കിഴക്കൻ മേഖലയായ സിസ്താൻ ബലൂചിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വഴി കറാച്ചി തുറമുഖത്തേക്കോ മറ്റ് പ്രദേശങ്ങളിലേക്കോ ചരക്കുകൾ എത്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പാകിസ്ഥാൻ ഇതിന് തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. പാകിസ്ഥാനിലെ യഥാർത്ഥ അധികാരം സൈന്യത്തിനാണെന്നിരിക്കെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ ഇറാന് മാനുഷികമായ സഹായങ്ങൾ നിഷേധിക്കാനും സാധ്യതയുണ്ട്. തുർക്കി വഴിയുള്ള കരമാർഗമാണ് ഇറാൻ്റെ മറ്റൊരു പ്രതീക്ഷ. കുർദ് മേഖലയിലൂടെ തുർക്കിയിലേക്ക് പാതകൾ തുറന്നിട്ടുണ്ട്. തുർക്കി ഒരു നാറ്റോ അംഗമാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പൊതു താൽപ്പര്യവും അതോടൊപ്പം തന്നെ പ്രാദേശിക സുരക്ഷയും പരിഗണിച്ച് ഇറാനെ സഹായിക്കാൻ എർദോഗാൻ തയ്യാറായേക്കാം. ഇറാൻ്റെ വടക്കൻ അതിർത്തികൾ വഴി തുർക്കിയിലേക്ക് സാധന സാമഗ്രികളൊക്കെ തന്നെ എത്തിക്കുന്നത് ഉപരോധത്തിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അയൽ രാജ്യങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാനായിട്ട് തുർക്കി ആഗ്രഹിക്കാത്തത് ഇറാന് വലിയ ആശ്വാസമാണ്. കാസ്പിയൻ കടൽ വഴിയുള്ള വ്യാപാര സാധ്യതകളാണ് ഇതിലൂടെ തെളിയിക്കുന്ന മറ്റൊരു വഴിയെന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഹോർമോസ് കടലിടുക്കിനെ കുറിച്ച് മാത്രമാണ് സംസാരം ഉണ്ടാകാറുള്ളതെങ്കിലും ഇറാൻ്റെ വടക്കു ഭാഗത്തുള്ള കാസ്പിയൻ കടൽ അത് തന്ത്രപ്രധാനമായ ഒന്നാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായും റഷ്യയുമായും ഇറാന് മികച്ച സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധമുണ്ട്. ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട ഒരു വലിയ തടാകമാണ് കാസ്പിയൻ കടൽ എന്നതുകൊണ്ട് തന്നെ ഈ വഴി ഉപയോഗപ്പെടുത്തി റഷ്യയിൽ നിന്ന് സഹായങ്ങളൊക്കെ തന്നെ എത്തിക്കാനായിട്ട് ഇറാന് സാധിക്കും. ഇത് അമേരിക്കൻ ഉപരോധത്തിൻ്റെ പരിധിയിൽ നിന്ന് കുറേയൊക്കെ രക്ഷപ്പെടാനായിട്ട് അവരെ സഹായിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജമാണ്. ഇറാനെതിരെ അമേരിക്ക വലിയ തോതിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ തങ്ങൾ നോക്കി നിൽക്കില്ലെന്ന് പുടിൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ നേരിട്ട യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ഉപരോധം തകർക്കാനായിട്ട് കപ്പലുകളും മറ്റ് സാങ്കേതിക സഹായങ്ങളുമൊക്കെ തന്നെ അവർ നൽകിയേക്കാം. റഷ്യൻ, ചൈനീസ്, ഇന്ത്യൻ കപ്പലുകൾ ഉപരോധം ലംഘിച്ച് ഇറാൻ്റെ തീരത്തേക്ക് വരാൻ തുടങ്ങിയാൽ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ തന്നെ പാലിച്ച് അവയെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പ്രയാസമാകും. ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടും ഇവിടെ ഏറെ നിർണായകമാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തവണ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളിൽ നിന്ന് കുറേയൊക്കെ മാറി നിൽക്കുകയാണ്. റഷ്യൻ എണ്ണ കിട്ടാത്ത സാഹചര്യത്തിൽ ശൈത്യകാലത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇറാൻ്റെ എണ്ണ യൂറോപ്പിന് ആവശ്യമുണ്ട്. ഹോർമുസ് കടലിടുക്കും റെഡ് സീയും അടഞ്ഞുകിടക്കുന്നത് തീർച്ചയായിട്ടും യൂറോപ്പിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. അതിനാൽ തന്നെ മേഖലയിലെ സംഘർഷം എത്രയും പെട്ടെന്ന് അയയാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ട്. ഇറാൻ്റെ മിസൈൽ ശേഷി പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു എന്ന അമേരിക്കയുടെ അവകാശവാദം ശരിയല്ലെന്നാണ് ഖമനയുടെ വാക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഭീഷണിയാകാൻ തക്ക ശേഷി ഇറാൻ ഇപ്പോഴുമുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ അർത്ഥവത്തായ രീതിയിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ഇറാൻ നിർബന്ധം പിടിക്കുന്നു. തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചകൾ നടത്താൻ തങ്ങളെ കിട്ടില്ലെന്ന നിലപാടിലാണ് ഖമനൈ. ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകിയാൽ തങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാമെന്ന വാഗ്ദാനമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആത്യന്തികമായിട്ട് ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കർക്കശ നിലപാടാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. കാരണം 2025 ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടില്ലേ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്. 2015 ആണവ കരാറിന് സമാനമായ ഒരു അന്താരാഷ്ട്ര സമവായം ഇപ്പോൾ അനിവാര്യമാണ്. P5 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ചർച്ചാവേദി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഇനി പരിഹാരമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ താൽക്കാലിക വെടിനിർത്തൽ മറ്റൊരു വൻ യുദ്ധത്തിലേക്കുള്ള ഒരു ഇടവേള മാത്രമായിട്ട് മാറുന്നതായിരിക്കും. വിവേകപൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ പ്രത്യാശിക്കാം.